കേരളത്തിലെ എല്ലാ അടുക്കളകളിലും പൊതുവായി കാണപ്പെടുന്ന ഒരു വസ്തുവാണ് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ. വീട്ടമ്മമാർക്ക് പ്രിയങ്കരമായ ഈ വസ്തു എത്രമാത്രം അപകടകാരിയാണെന്ന് നമുക്ക് നോക്കാം. പാചകത്തിന് വളരെ സൗകര്യപ്രദമാണ് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ. എണ്ണ ലാഭിക്കാം, ഒട്ടിപ്പിടിക്കില്ല, വൃത്തിയാക്കാൻ എളുപ്പം തുടങ്ങിയവ ഇവയെ അടുക്കളയിലെ അവിഭാജ്യ ഘടകമാക്കുന്നു. ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ചിൻ്റെ പഠനപ്രകാരം നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ 170°C ചൂടാക്കുമ്പോൾ ഇവയിലടങ്ങിയിരിക്കുന്ന ടെഫ്ലോൺ, PFOA, PFOS തുടങ്ങിയ രാസവസ്തുക്കൾ അടങ്ങിയ വിഷപ്പുക വായിലേക്ക് തള്ളുകയും ഇത് ഭക്ഷണത്തിൽ കളരുകയും ചെയ്യുന്നു. ഇത് ശ്വാസകോശ രോഗങ്ങൾക്കും അർബുദത്തിനും കാരണമായിരിക്കും. നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലെ കോട്ടിംഗ് പോയാലും മിക്കവരും ഇത് വീണ്ടും ഉപയോഗിക്കാറുണ്ട്. ഗ്ലോബൽ സെൻറ്റർ ഫോർ എൻവയോൺമെൻ്റൽ റേഡിയേഷനിലെ ഗവേഷകരുടെ പഠനപ്രകാരം നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലെ ഒരു ചെറിയ പോറൽ പോലും അപകടകരമായ 9,000-ലധികം സൂക്ഷ്മ നാനോ കണങ്ങൾ പുറത്തുവിടുന്നതാണ് പറയുന്നത്. ഇത് ശാരീരിക പ്രശ്നങ്ങൾക്ക് കാരണമായേക്കും. എന്നാൽ പുതിയ പഠനങ്ങൾ പറയുന്നത് 2013 ശേഷം ടെഫ്ലോൺ അടങ്ങിയിരിക്കുന്ന മാരക വസ്തുവായ PFOA ബാൻ ചെയ്തെന്നും അതിനുശേഷം അതായത് 2013 ശേഷം നിർമ്മിക്കുന്ന നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ അപകടരഹിതവുമാണെന്നാണ്. മാത്രമല്ല യുണൈറ്റഡ് സ്റ്റേറ്റ്, യൂറോപ്യൻ നാഷൻസ് തുടങ്ങിയവ ടെഫ്ലോൺ അടങ്ങിയിരിക്കുന്ന എല്ലാ രാസവസ്തുക്കളും നിരോധിക്കണമെന്ന പക്ഷക്കാരാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ തന്നെയായാലും നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1, പാൻ വെറുതെ ചൂടാക്കുന്നത് ഒഴിവാക്കുക. കാരണം ഒഴിഞ്ഞ പാൻ ചൂടാക്കുന്നത് വിഷപ്പുക പുറത്തു വരുന്നു. നമ്പർ 2, മീഡിയം ഫ്ലെയിമിൽ പാചകം ചെയ്യുക. നമ്പർ 3, സ്പോഞ്ചും സോപ്പും ഉപയോഗിച്ച് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ വൃത്തിയാക്കുക, അമർത്തി കഴുകാതിരിക്കുക. നമ്പർ 4, പോറൽ വീണ പാത്രങ്ങൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. നമ്പർ 5, പാത്രത്തിൻ്റെ ആകൃതിയിലോ നിറത്തിലോ മാറ്റം വന്നാൽ അത് ഉടനടി ഒഴിവാക്കേണ്ടതാണ്. നമ്പർ 6, ദോശയും അപ്പവും ഒക്കെ ഉണ്ടാക്കുമ്പോൾ മാവ് വശങ്ങളിൽ പറ്റിപ്പിടിക്കുകയാണെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഒഴിവാക്കാൻ സമയമായി എന്നതിൻ്റെ സൂചനയാണ്. നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങൾ തീർച്ചയായും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പഠനങ്ങൾ ഇനിയും നടന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ജീവിതം ഒന്നേയുള്ളൂ, അത് ആരോഗ്യത്തോടെ ജീവിക്കുക. ഇതേപോലെയുള്ള വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.